ഈ വീഡിയോയിൽ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ നിമ്രോദ് കോഹനെ ഹമാസ് കഴിഞ്ഞ ആഴ്ച തന്നെ റിലീസ് ചെയ്തതാണ്. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് 2 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഈ പുള്ളിയെ ഞാൻ എടുത്ത് പറയാനുള്ള കാരണം വെച്ചാൽ ഈ പുള്ളിയുടെ മറ്റൊരു ഇമേജ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ ഇമേജ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് കംപ്ലീറ്റ് സ്റ്റാർവേഷൻ, പട്ടിണിക്കിട്ട് അത്രയ്ക്ക് ഉണങ്ങിയിരിക്കുന്ന ഒരു രൂപമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആൾ രൂപം, അങ്ങനെ തന്നെ പറയാം, ഒരു എക്സ്റേ ബോഡി ആ രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പുള്ളിയെ കൊണ്ട് തന്നെ ഒരു കുഴി എടുപ്പിക്കുകയാണ്. അതായത് സിംബോളിക്കലി അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് വൈകാതെ തന്നെ പുള്ളി മരിക്കും, അപ്പോഴത്തേക്കും സ്വയമേ പുള്ളിക്ക് ആ കുഴിയിൽ കയറി കിടന്നാൽ മതി, അതാണ് സംഭവം. അപ്പോൾ സ്വയമേ കുഴി എടുപ്പിക്കുകയാണ് പുള്ളിക്കാരനെ കൊണ്ട്. ആ രീതിയിലുള്ള ഒരു മെസ്സേജാണ്, ഒരു പ്രൊപ്പഗണ്ട വീഡിയോ ആണ് പുറത്തിറക്കിയത്. ഇനി ഇത് പ്രൊപ്പഗണ്ടയാണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ അവർ ചെയ്യിപ്പിച്ചത്, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇങ്ങനെയാണ്. പക്ഷെ ആ വ്യക്തി റിലീസായി പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹമാസ് പറഞ്ഞിരിക്കുന്നത് 2 ബോഡികൾ കൂടി കൈമാറാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 19 ബോഡി ഇസ്രായേലിന് കൈമാറേണ്ടതുണ്ട്. അപ്പോൾ അതിൽ 2 എണ്ണം ഇന്ന് രാത്രി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് ഇന്നലെ രാത്രി കൊടുത്തിട്ടുണ്ടാവും. അത് DNA ടെസ്റ്റ് ചെയ്ത് ഇസ്രായേൽ കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ 2 ബോഡി കൂടി അഡീഷണൽ ആയിട്ട് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ഈജിപ്റ്റ് ഇസ്രായേലിൻ്റെ അടുത്ത് നിരന്തരം പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്. അതായത് ഈ റഫ ബോർഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ഈ ബുൾഡോസേഴ്സ് ഇതേപോലത്തെ ഈ ഒരു സഹായങ്ങളൊക്കെ അങ്ങോട്ട് എത്തിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി തന്നെ ഡ്രോണിലൂടെ ആയുധം കൈമാറാൻ ശ്രമിച്ചതിൽ IDF കുറേ ഡ്രോണുകളെ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസരത്തിൽ ഈജിപ്തിന് വേണ്ടിയിട്ട് ബോർഡർ തുറന്നു കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. ഇപ്പോൾ ഇസ്രായേലിന് പറഞ്ഞിരിക്കുന്നത്, ഹമാസ് അവർ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു ഡീൽ സൈൻ ചെയ്തായിരുന്നല്ലോ, അത് ഒബേ ചെയ്ത് പൂർത്തിയാക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോർഡർ തുറക്കുന്ന കാര്യം ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതുവരെ ഗാസയ്ക്കുള്ളിൽ 11 പേരെ ഇസ്രായേലിൻ്റെ IDF വെടിവെച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ലൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു ബോർഡർ ലൈൻ. ആ ബോർഡർ ലൈനിൽ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച 11 പേരെയാണ് ഇസ്രായേലി സോൾജേഴ്സ് വെടിവെച്ചിട്ടതായിട്ട് പറയുന്നത്. അപ്പോൾ 11 പേര് ഇതുവരെ ഈ സീസ് ഫയർ ഡീൽ സൈൻ ചെയ്തതിന് ശേഷം ഇസ്രായേലിൻ്റെ IDF നിന്നും പാലസ്തീനികളായിട്ട് ഗാസൻസ് ആയിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടതിൻ്റെ കണക്കിൽ വരുന്നുണ്ട് 11 പേര് അഡീഷണൽ ആയിട്ട്. യൂറോപ്യൻ യൂണിയനും യുണൈറ്റഡ് നേഷൻസും കൂടി ചേർന്നിട്ട് വേൾഡ് ബാങ്കിനെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് $70 ബില്യൺ ഗാസയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഗാസ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് $70 ബില്യൺ. വേൾഡ് ബാങ്കും യൂറോപ്യൻ യൂണിയനും യുണൈറ്റഡ് നേഷൻസും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു എസ്റ്റിമേറ്റിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി സംഭാവനകൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഹമാസ് പുതിയൊരു പ്രപ്പോസൽ, ഈ പുതിയ പ്രപ്പോസൽ എന്താണെന്ന് പറഞ്ഞാൽ, സീനിയർ ഹമാസ് ലീഡറാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അവരൊരു ഓപ്ഷൻ വെക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി ഹമാസ് പെട്ടുകിടക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. ഇപ്പം ജീവനോടെയുള്ള ബന്ദികളെയൊക്കെ വിട്ടുകഴിഞ്ഞു. ഇനിയിപ്പം ഹമാസിന്റെ കൈവശമുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ബോഡി മാത്രമാണ്, അതായത് ഈ ഒരു മൃതശരീരങ്ങൾ മാത്രമാണ്. ഇപ്പം ഇതിനെയും കൂടി വിട്ടുകൊടുക്കുന്നതോടുകൂടി ഹമാസിന്റെ എല്ലാ ഗ്രിപ്പും നഷ്ടപ്പെടുകയാണ്. ഹമാസിന് ഗാസയ്ക്കുള്ളിൽ തന്നെ അവരെ എതിർത്തുകൊണ്ട് വേറൊരു ടീമുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ടൊരു പ്രപ്പോസൽ അവർ വെക്കുന്നത് 3 to 5 ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ, 3 മുതൽ 5 വർഷത്തേക്ക്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്യൂറേഷൻ നമുക്ക് ചിന്തിക്കാം. കാരണം ഹമാസിന് ഇപ്പം ഡിസാം ചെയ്യാൻ കഴിയില്ല, ഇപ്പം ആയുധം താഴെ വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇത് അവർ ആവർത്തിച്ച് പറയുകയാണ്. അതായത് എങ്ങനെയെങ്കിലും ഹമാസ് ഗാസയ്ക്കുള്ളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പല രീതിയിലുള്ള ഓപ്ഷനാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഇസ്രായേൽ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഹമാസ് ഓൾറെഡി വീക്കായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഹമാസ് വീക്കായിരിക്കുന്നു എന്നുള്ളത് 100% ഉറപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവരുടെ സൈഡിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് സ്ഥായി ആയിട്ടുള്ള ഒരു എയിം ഇല്ല, അവരുടെ ഒരു ഗോളില്ല, ലീഡർഷിപ്പ് ഇല്ല. ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അവർക്ക്. ഗൾഫ് ഓഫ് ഏഡനിൽ വെച്ചിട്ട് ഒരു ടാങ്കർ ഷിപ്പ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്കർ ഷിപ്പ് ആക്രമിക്കപ്പെട്ടതിൽ ഹൂത്തികളുടെ മേലിലാണ് ഇപ്പോൾ ഡൗട്ട് വരുന്നത്. ഹൂത്തികളുടെ മേലിൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അറ്റാക്ക് ഉറപ്പാണ്. അത് എന്നാണെന്ന് മാത്രമാണ് ഇനി ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് കാമറൂൺ ഫ്ലാഗുമായിട്ട് വന്ന ഒരു ഷിപ്പാണ്, കാമറൂൺ ഫ്ലാഗുമായിട്ട് വന്ന ഷിപ്പ്. ഇനിയിപ്പോൾ ഈ ഷിപ്പിൻ്റെ ഒറിജിൻ എവിടെയാണ് ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇപ്പം നിലവിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഗൾഫ് ഓഫ് ഏഡൻ്റെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട്. അതുപോലെ ഹൂത്തികൾ ഒരു അക്സെപ്റ്റൻസ് നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അവരുടെ മിലിറ്ററി ചീഫ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഒഫീഷ്യലി തന്നെ അഗ്രി ചെയ്തിരിക്കുകയാണ്. മുഹമ്മദ് അൽ ഗമാരി എന്നാണ് പുള്ളിയുടെ പേര്. ഹൂത്തികളുടെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഡെസിഗ്നേറ്ററിൽ വരുന്ന ആളാണ്. ഈ മുഹമ്മദ് അൽ ഗമാരിയാണ് ശരിക്കും ഏത് സ്ഥലത്ത് എങ്ങനത്തെ ആക്രമണങ്ങളൊക്കെ നടത്തണം എന്നുള്ള ഗൈഡൻസ് കൊടുക്കുന്ന വ്യക്തി. ആ വ്യക്തിയാണ് ഇസ്രായേൽ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് അങ്ങ് തട്ടിക്കളഞ്ഞിരിക്കുന്നത്.
ന്യൂയോർക്കിന്റെ അടുത്ത മേയറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് പ്രിലിമിനറി ഇലക്ഷനിൽ വിജയിച്ചിരിക്കുന്ന സോറാൻ മംദാനി വീണ്ടും പുള്ളിക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കൽ, ഫേസ് 1 ഡീൽ സൈൻ ചെയ്യൽ, ഇതെല്ലാം ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഇസ്രായേൽ നടത്തിയത് ജനസൈഡ് ആണ്, ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് ജനസൈഡ് ആണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് സോറാൻ മംദാനി വീണ്ടും സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മംദാനി പറഞ്ഞിരിക്കുന്നത് ഹമാസ് ആയുധം താഴെ വെക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഹമാസ് ഡിസാം ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായമൊന്നുമില്ല. അതായത് അവർ ഡിസാം ചെയ്യണോ വേണ്ടയോ എന്നുള്ള നിലപാട് മംദാനിക്കില്ല ആ വിഷയത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് ഹമാസ് ആയുധം താഴെ വെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സോറാൻ മംദാനി പറഞ്ഞു വെക്കുന്നത്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെ കേസുണ്ട്. ജനസൈഡ് കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കേസ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ICC ആ ഒരു പെറ്റീഷനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ ഒരു പ്രത്യേക വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതായത് മെക്കബെ ടെല്ലവീവ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ സോക്കർ ടീം, ഫുട്ബോൾ ടീം, ആ ടീമിനെ ഇത്തവണ UK അനുവദിച്ചിട്ടില്ല, സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്. അത് പ്രധാനമായിട്ട് സാങ്ഷൻ ചെയ്തത് ഒരു ഇസ്രായേൽ അവിടെ വന്ന് കളിക്കുന്നത് സേഫ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ആ രീതിയിൽ അവിടെ ഫ്രീ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട അനുയായികൾ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം എന്തും സംഭവിക്കാം. ഇതുപോലെ മുൻകാലങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഈവൻ കഴിഞ്ഞ വർഷം വരെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഇൻസിഡൻറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് UK ഇങ്ങനെ തീരുമാനമെടുത്തത്. പക്ഷേ അവിടെ അയൂബ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മേയറുണ്ട്. അയാൾ ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇതിനെ മോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ UK തീരുമാനിക്കണം, ഈ രീതിയിൽ, അതായത് ഈ രീതിയിൽ ആൻറ്റിസെമറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇസ്രായേലികളെ UK ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ സമ്മതിക്കരുത് എന്നുള്ള രീതിയിൽ അതിനെ എൻഡോസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പുള്ളി പുറപ്പെടുവിച്ചത്. അതിൽ ഇസ്രായേലിൻ്റെ മെക്കാബെ ടെല്ലവീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടീം ഇച്ചിരി ഹേർട്ടായിട്ടുണ്ട്. ഹേർട്ടായെന്ന് പറഞ്ഞാൽ അഭിമാന പ്രശ്നമാണ്. അപ്പോൾ അതിനെതിരെ UK ഇസ്രായേൽ സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ഒരു മെക്കാബെ ടെല്ലവീവിനെ ബാൻ ചെയ്ത വിഷയത്തിൽ. ഇതിപ്പോൾ ഇസ്രായേലിനും UK ഇടയിൽ ഒരു ചൂടേറിയ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആരാധകരുണ്ടാവും. അപ്പോൾ ഈ ആരാധകരുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളി. അവരുടെ സൈഡിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറലായിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഈ മെക്കബെ ടെല്ലവീവ് ടീമിനെ UK സാങ്ഷൻ ചെയ്തത്. യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനെതിരെ സാങ്ഷൻ കൊണ്ടുവന്നിരുന്നു. അതായത് ആയുധങ്ങളൊന്നും കയറ്റുമതി ചെയ്യില്ല, ഇസ്രായേലുമായിട്ട് വ്യാപാര ബന്ധങ്ങളില്ല, ആ രീതിയിൽ സാങ്ഷൻ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പം ഇസ്രായേൽ ഗാസ ഫസ്റ്റ് ഫേസ് ഡീല് ഈജിപ്തിൽ വെച്ച് സൈൻ ചെയ്തതോടുകൂടി യൂറോപ്യൻ യൂണിയൻ ആ സാങ്ഷൻ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെയുള്ള സാങ്ഷൻ മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ യൂറോപ്യൻസിൻ്റെ ഇരട്ടത്താപ്പ് ഇതെന്താണെന്ന് വെച്ചാൽ, ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു പൈപ്പ് ലൈൻ ഡാമേജ് ആയതുമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റലിയിൽ വെച്ചിട്ട് ഒരു ഉക്രൈൻ്റെ ഇൻ്റലിജൻസ് ഓഫീസറെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ ഒരു പൈപ്പ് ലൈൻ പൊട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട വ്യക്തി ഉക്രൈൻ സ്വദേശിയായിട്ടുള്ള ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനാണ്. ഇതിനകത്ത് റഷ്യ ട്രാൻസ്പെറൻസി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം റഷ്യയാണ് ഇത് പൊട്ടിച്ചത് എന്നുള്ള പേരിലാണ് ഉക്രൈൻ ആരോപണം ഉന്നയിച്ചിരുന്നത്. ആ സാഹചര്യത്തിൽ ഇപ്പം ഇത് ഉക്രൈനിലുള്ള ആളാണ് ചെയ്തത് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ എല്ലാം തന്നെ ചേർന്നിട്ട് ഈ ഒരു വിഷയം ഈ ഒരു കേസ് തന്നെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല, അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല, വഴിമുട്ടി നിൽക്കുകയാണ്. കാരണം എന്താണ്? ഉക്രൈനാണ് ഇപ്പോൾ ഇതിൽ പ്രതി. ഇപ്പോൾ ഉക്രൈൻ ആണല്ലോ ഇവരുടെ ഒരു തുരുപ്പ് ചീട്ട്. ഇത് വെച്ചിട്ടാണല്ലോ യൂറോപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയുമായിട്ട്. യൂറോപ്പ് എങ്ങനെയാണ് ഉക്രൈനെതിരെ തീരുമാനമെടുക്കുക? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കേസ് പിൻവലിക്കുകയാണ്. ഇറ്റലി, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഈ നോർഡ് സ്ട്രീം കേസ് പിൻവലിക്കുകയാണ്. ഈ പിടിക്കപ്പെട്ട വ്യക്തിയും കൂടി ഇപ്പോൾ റിലീസ് ചെയ്യുകയാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഡെമോക്രസിയും ഇവരുടെ ആ ഒരു ഇൻറ്റഗ്രിറ്റിയും ഇതെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് യൂറോപ്പ്. US ട്രഷറി ചീഫായിട്ടുള്ള സ്കോട്ട് ബെസന്റ് ചൈനയുമായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈനയുമായിട്ട് ഡിസ്കസ് ചെയ്യും. ട്രംപ് ഷീ ജിൻപിങ്ങിനെ മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, അത് നടന്നില്ല. അതൊരു പരിധിവരെ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പം സ്കോട്ട് ബെസന്റ് മുന്നിട്ടിറങ്ങാണ്. സ്കോട്ട് ബെസന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചൈനയുമായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ട് റെയർ എർത്ത് എലമെന്റ്സിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. അതായത് അമേരിക്കയ്ക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം റെയർ എർത്ത് എലമെന്റ്സ് ആണ് ചൈനയുടെ കീ പ്ലെയർ, അതാണ് അവരുടെ മോണോപോളി. അപ്പോൾ ചൈനയുമായിട്ട് കാല് പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് സ്കോട്ട് ബെസന്റ്. എങ്ങനെയെങ്കിലും റെയർ എർത്ത് എലമെന്റ്സ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കണം, ഇതാണ് റിക്വസ്റ്റ്. താണ് കേണ് അപേക്ഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഒരു ടോക്കിന് പോകുന്നതിന് ഇപ്പം സ്കോട്ട് ബെസന്റ് ഈ ഒരു ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചൈനയുമായിട്ട് ഈ ഒരു ടോക്ക്, ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് പുള്ളിക്കാരൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് IMFന് പറഞ്ഞിരിക്കുന്നത് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എയ്ഡുകളും നിർത്തുക എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ പുള്ളി കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ പറയുന്നത്. നെഗോസിയേഷൻ ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. അപ്പോൾ അതിൽ പല പ്രഷർ അപ്ലൈ ചെയ്യും. ഏതെങ്കിലും ഒരു ഫാക്റ്റ് ആയിരിക്കും അതിനകത്ത് പ്രവർത്തിക്കുക.
ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് IMF-ഉമായിട്ട് ബന്ധപ്പെട്ട് IMF എയ്ഡ് നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഡാമേജ് ഒന്നും സംഭവിക്കാനില്ല എങ്കിൽ അവർ പിടിച്ച പിടിയിൽ നിൽക്കും. ഞങ്ങൾ റെയർ എർത്ത് എലമെന്റ്സ് തരില്ല എന്ന് പറഞ്ഞു നിൽക്കും. അപ്പം ഇനി വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ചൈനയെ ഒന്ന് തളയ്ക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചിട്ട് വേറെ പ്രഷറും കൂടി അപ്ലൈ ചെയ്യും. അങ്ങനെ പല പ്രഷർ പോയിന്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു നെഗോസിയേഷൻ സാധ്യമാകുന്നത്. ആ സാഹചര്യത്തിലാണ് IMF-ന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എയ്ഡുകളും നിർത്തിവെക്കാൻ, ചൈനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫണ്ട് നിർത്തിവെക്കാൻ, ചൈനയ്ക്കുള്ളിലേക്ക് ഒരു ഫണ്ടും IMF-ൽ നിന്ന് പോവേണ്ടതില്ല എന്നാണ് സ്കോട്ട് ബെസന്റ് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഒരു ഡീൽ റെഡിയാകുന്നുണ്ട്. ആ ഡീൽ വേറെ ഒന്നുമില്ല, പാകിസ്ഥാനെ വെച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ ഒരു ഡിഫൻസ് ഡീല് തയ്യാറാക്കാൻ ഒരുങ്ങിയ സൗദി അറേബ്യ അത് സൈൻ ചെയ്തു. പക്ഷെ അതൊരു ഡമ്മിയാണ്. അത് ഡമ്മിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പം സൗദി അറേബ്യ വേറൊരു ഡീൽ സൈൻ ചെയ്യുന്നത്. അമേരിക്കയുമായിട്ട് ഖത്തറിൽ എന്താണോ അമേരിക്കൻ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയിരിക്കുന്നത് അതേ മാതൃകയിൽ ഒരു സെക്യൂരിറ്റി പാക്ട് സൗദി അറേബ്യയ്ക്ക് വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് സൗദി അറേബ്യയ്ക്കുള്ളിൽ അമേരിക്കൻ പ്രസൻസ്, അതാണ് MBS ആഗ്രഹിക്കുന്നത്. അത് സാധ്യമാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഡൊണാൾഡ് ട്രംപ് ചെയ്തു കൊടുക്കുമെന്നുള്ളത് 100% ഉറപ്പായിരിക്കുകയാണ്. അത് ഏകദേശം 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രഖ്യാപനം വരുന്നതായിരിക്കും. സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ആ ഡീൽ, ഡിഫൻസ് ഡീൽ ഖത്തറിന് എങ്ങനെയാണോ അതേ മാതൃകയിലുള്ള അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഡീലായിരിക്കും വരിക. പെറുവിൽ ഇലക്ഷൻ നടന്നു, പുതിയ പ്രസിഡന്റ് പൊസിഷനിൽ വന്നു, എന്നിട്ടും അവിടെ ജെൻസി പ്രൊട്ടസ്റ്റ് അടങ്ങുന്നില്ല. അവിടെ ഏതാണ്ട് 10 പേരിലധികം കൊല്ലപ്പെട്ടു, 100 പേർക്ക് ഗുരുതരമായ പരിക്ക്. ആ രീതിയിലാണ് ജെൻസി പ്രൊട്ടസ്റ്റ് പെറുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.